വോട്ടിംഗ് മെഷീനിൽ നോട്ടയില്ലാത്തതിനെതിരെ കലിപ്പിട്ട് ബി.ജെ.പി നേതാവ് പി.സി. ജോർജ്. നോട്ടയില്ലാത്തത് വൃത്തികെട്ട തെരഞ്ഞെടുപ്പ് സമ്പ്രദായമെന്നായിരുന്നു ജോർജ് ക്ഷുഭിതനായി പറഞ്ഞത്. പി.സി. ജോർജിന്റെ വാർഡിൽ എൻ.ഡി.എക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. ഇതോടെയാണ് അദ്ദേഹം പ്രതികരണവുമായി എത്തിയത്. അതേസമയം ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വോട്ട് ചെയ്തെന്നും ഇലക്ഷൻ കമ്മീഷന്റേത് വിവരക്കേടാണെന്നുമാണ് പി.സി. ജോർജ് പറയുന്നത്. ഇതോടെ സോഷ്യൽ മീഡിയയിൽ പി.സി. ജോർജ് പരിഹാസം ഏറ്റുവാങ്ങുകയാണ്. സ്വന്തം വീടിരിക്കുന്ന വാർഡിൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് നേതാവാണെന്നാണ് ട്രോളുകളും കമന്റുകളും. ചിലർ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പറ്റിയില്ലെന്ന് പോട്ടെ, ബാലറ്റിൽ നോട്ട എന്ന ഓപ്ഷന് പകരം ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളിൽ ആർക്കും വോട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ എൻഡ് ബട്ടൺ അമർത്തി മടങ്ങാമെന്നത് നേതാവിന് അറിയില്ലേ എന്നും ചോദിക്കുന്നുണ്ട്. ഒരു സ്ഥാനാർത്ഥിയോടും താല്പര്യമില്ലാത്ത വോട്ടർമാർക്ക് വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള ഓപ്ഷനാണ് നോട്ട. നൺ ഓഫ് ദി എബോവ് എന്നതിന്റെ ചുരുക്കപ്പേരാണിത്. ലോക്സഭ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാലറ്റിൽ സ്ഥാനാർത്ഥികൾക്കൊപ്പം നോട്ടയുമുണ്ട്. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നോട്ട ബൂത്തിന് പുറത്താണ്. ബാലറ്റിൽ നോട്ട എന്ന ഓപ്ഷൻ ഇല്ല. പകരം ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളിൽ ആർക്കും വോട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ എൻഡ് ബട്ടൺ അമർത്താം. ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ബാലറ്റിന്റെ അവസാനമാണ് എൻഡ് ബട്ടൺ ഉള്ളത്. ഇഷ്ടമുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രം വോട്ട് ചെയ്ത ശേഷം എൻഡ് ബട്ടൺ അമർത്താനും അവസരമുണ്ട്. ഉദാഹരണത്തിന് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥിക്ക് മാത്രം വോട്ട് ചെയ്ത് ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഒഴിവാക്കി എൻഡ് ബട്ടൺ അമർത്തി മടങ്ങാം. വോട്ടർ എൻഡ് ബട്ടൺ അമർത്തിയില്ലെങ്കിൽ പോളിംഗ് ഉദ്യോഗസ്ഥൻ ബട്ടൺ അമർത്തി യന്ത്രം സജ്ജീകരിക്കണം. എന്നാൽ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ബാലറ്റിൽ എൻഡ് ബട്ടൺ ഇല്ല. പഞ്ചായത്ത് രാജ്, മുനിസിപ്പാലിറ്റി നിയമപ്രകാരമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. നോട്ട ഉൾപ്പെടുത്തണമെങ്കിൽ നിയമങ്ങളും അവയുടെ ചട്ടങ്ങളും ഭേദഗതി ചെയ്യണം. വോട്ടിംഗ് യന്ത്രത്തിൽ നോട്ട ഉൾപ്പെടുത്താൻ 2013 സുപ്രീം കോടതിയാണ് ഉത്തരവിട്ടത്. ഇത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിൽ ആദ്യമായി നോട്ട വന്നത്.